അന്ന് രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ടൊന്നും നന്ദി പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാമത്തെ സിനിമ സൺഡേ ഹോളിഡേ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർക്കാണ്. ഒരുപാട് ഒരു സന്തോഷമുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പീറ്റ് അടിച്ച് ഏഴാമത്തെ സിനിമയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിൽ 7 സിനിമയിലും 6 സിനിമയിലും നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമ മാത്രം മറ്റൊരാൾ. എങ്കിലും ആ സിനിമയിൽ ആസിഫ് ഉണ്ടായിരുന്നു. ആസിഫിന് പ്രത്യേകിച്ച് ഒരു സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കുടുംബം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ വൈഫ് കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടം കൊണ്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ശ്രീ ആസിഫ് അലിയാണ്. ആസിഫ്, സമ, അതു, ഹൈക്കുട്ടി എല്ലാവരും ഉണ്ട്. ഒരുപാട് സന്തോഷം. മിനിസ്റ്റർ കൂട്ടത്തും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. മിനിസ്റ്റർ OJ ജനീഷാണ് വരുന്നത്. സ്പോർട്സ് മിനിസ്റ്ററാണ്, നമുക്കറിയാം. അതേപോലെ അനൂപ് സാർ, TA നവാസ് അവരുണ്ട്. അതേപോലെ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം US പോയവനിടെയായി. US ചെന്ന് ഒരു 20 ദിവസം എനിക്ക് അവിടെ താമസിക്കണം. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന ഒരു യോയോ പയ്യൻ. ഈ യോയോ പയ്യൻ ഭയങ്കര ഈ ടെസ്ലയുടെ ഏറ്റവും വില കൂടിയ ഒരു കാറുമായിട്ടാണ് വന്നത്. ഈ കാറ് പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ കാറ് തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഭയങ്കര ന്യൂജൻ കാറ്, ഇതിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പോൾ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാവോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇട്ട പാട്ട് യാരോ ഇവൻ യാരോ സ്വന്തം യാർത്താനിവനോ മെയ്യഴകൻ സ്വന്തം ഗോവിന്ദ് വസന്ത്. അപ്പോൾ ആ പാട്ട് കേട്ടു. 20 ദിവസവും എവിടെയെങ്കിലും പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകുമ്പോഴൊക്കെ ഇത് ലൂപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴൊക്കെ കമൽഹാസൻ സാറിന്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ടിന്റെ പല്ലവി എൻ്റെ മനസ്സിലും ഞാൻ പാടാൻ തുടങ്ങി. യാറോ ഇവൻ യാറോ, യാരടാ ഇവൻ, നാട്ടിലെത്തി അടുത്തൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗോവിന്ദിനോട് ഗോവയിൽ വെച്ച് പറഞ്ഞു. ഗോവിന്ദ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ ഗോവയിൽ സർക്കിട്ടിന്റെ ഒരു കാര്യത്തിന് പോയപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഗോവിന്ദ് കമ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഗോവിന്ദ് ഒരുപാട് ഗോവിന്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോവിന്ദിന്റെ കുഞ്ഞെൻ്റെ അടുത്ത് ബൈ എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ബൈ പറയരുത്, അങ്കിള് വലതുകാലം വെച്ച് കയറിയിട്ടേ ഉള്ളൂ, സീന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് ഒത്തിരി സന്തോഷം. ഗോവിന്ദന് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന 99 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്.